ആരാധകനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ കന്നഡ നടൻ ദർശന് നേരത്തെ ജയിലിൽ VIP പരിഗണന ലഭിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ജയിലിൽ ഉദ്യോഗസ്ഥർക്കൊപ്പം വരുന്ന സിഗരറ്റ് വലിക്കുന്ന നടന്റെ ചിത്രങ്ങളായിരുന്നു പുറത്തു വന്നത്. ഇത് വിവാദമായതോടെ ജയിൽ ഉദ്യോഗസ്ഥർക്കാണ് പണി കിട്ടിയത്. നടന് സൗകര്യമൊരുക്കിയ ഉദ്യോഗസ്ഥരെ തെറിപ്പിച്ചു. ഇപ്പോഴിതാ നടൻ അല്പം ആശ്വാസമാകുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ദർശന് ജയിലിൽ TV അനുവദിച്ചു നൽകും. ജയിൽ അധികൃതർക്ക് നടൻ നൽകിയ അപേക്ഷയെ തുടർന്നാണ് സെല്ലിൽ TV സ്ഥാപിച്ചു നൽകാൻ തീരുമാനമായത്. തിങ്കളാഴ്ചയോടെ നടന്റെ സെല്ലിലേക്ക് 32 ഇഞ്ചിന്റെ TV നൽകുമെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞയാഴ്ചയാണ് സെല്ലിൽ TV അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ദർശൻ അപേക്ഷ നൽകിയത്. കേസിനെ സംബന്ധിച്ച വിവരങ്ങൾ അറിയാനും പുറത്തു നടക്കുന്ന കാര്യങ്ങൾ അറിയാനും TV അനുവദിച്ചു നൽകണമെന്നായിരുന്നു ആവശ്യം. ജയിലിലെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് സെല്ലിൽ TV അനുവദിച്ച് നൽകാനുള്ള വ്യവസ്ഥയുണ്ട്. എന്നാൽ ജയിലിലെ TV പ്രവർത്തനരഹിതമായതിനാൽ ഇത് നന്നാക്കേണ്ടതുണ്ടായിരുന്നു. ഇതിനാലാണ് ഇക്കാര്യത്തിൽ കാലതാമസം ഉണ്ടായതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. TVക്ക് പുറമെ സെല്ലിൽ ഒരു സർജിക്കൽ കസേര അനുവദിക്കണമെന്നും ദർശൻ ആവശ്യപ്പെട്ടിരുന്നു. സെല്ലിലെ ഇന്ത്യൻ രീതിയിലുള്ള ശൗചാലയം ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാലാണ് ശൗചാലയത്തിൽ ഉപയോഗിക്കാനായി സർജിക്കൽ കസേര ആവശ്യപ്പെട്ടത്. ഇതിനു പുറമെ തനിക്ക് അനുവദിച്ചത് പ്രകാരമുള്ള ഫോൺ കോളുകൾ ചെയ്യാനും നടൻ അനുമതി തേടിയിരുന്നു. ജയിലിലെ ചെലവുകൾക്കായി 35,000 രൂപയാണ് ദർശന്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. ഇതിൽ 735 രൂപ ജയിൽ ക്യാൻറ്റീനിൽ നിന്ന് ചായയും കാപ്പിയും വാങ്ങാനായി നടൻ ചെലവിട്ടതായും റിപ്പോർട്ടുകളിൽ പറയുന്നു. നേരത്തെ പരപ്പന അഗ്രഹാര ജയിലിലായിരുന്ന ദർശനെ ഓഗസ്റ്റ് 29-നാണ് ബെല്ലാരി ജയിലിലേക്ക് മാറ്റിയത്. പരപ്പന അഗ്രഹാര ജയിലിലെ പൂന്തോട്ടത്തിൽ മറ്റു പ്രതികൾക്കൊപ്പം ദർശൻ ചായ കുടിക്കുന്നതിൻ്റെയും സിഗരറ്റ് വലിക്കുന്നതിൻ്റെയും വീഡിയോ കോൾ ചെയ്യുന്നതിൻ്റെയും ദൃശ്യം പുറത്തു വന്നതോടെയാണ് ഇവിടെ നിന്ന് മാറ്റിയത്. ജയിലിൽ ദർശന് പ്രത്യേക പരിഗണന ലഭിച്ചതിൽ അന്വേഷണം നടത്താനും സർക്കാർ ഉത്തരവിട്ടിരുന്നു. അതിനിടെ രേണുകാസ്വാമി കൊലക്കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതോടെ കേസിലെ രണ്ടാം പ്രതിയായ ദർശൻ അതിയായ സമ്മർദ്ദത്തിലാണെന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ദർശന്റെ സുഹൃത്തും നടിയുമായ പവിത്ര ഗൗഡയാണ് കേസിലെ ഒന്നാം പ്രതി. ഇരുവരും ഉൾപ്പെടെ ആകെ 17 പ്രതികൾക്കെതിരെയാണ് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിച്ചത്. ദർശന്റെ ആരാധകനായ രേണുകാസ്വാമി നടി പവിത്ര ഗൗഡയ്ക്ക് അശ്ലീല സന്ദേശം അയച്ചതാണ് അതിക്രൂരമായ കൊലപാതകത്തിന് കാരണമായതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. അനിൻകോലയുടെ ആസൂത്രണവും ഇത് നടപ്പാക്കിയ രീതിയും കേസിൽ നിന്ന് പ്രതികൾ രക്ഷപ്പെടാൻ നടത്തിയ നീക്കവുമെല്ലാം കുറ്റപത്രത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും നിർണായകമായ ദൃക്സാക്ഷി മൊഴികളും അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിനിടെ സസ്യാഹാരിയായ രേണുകാസ്വാമിയെ ദർശനും സംഘവും നിർബന്ധിച്ച് നോൺ-വെജ് ബിരിയാണി കഴിപ്പിച്ചെന്നും കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു. രേണുകാസ്വാമി ബിരിയാണി തുപ്പിക്കളഞ്ഞപ്പോൾ ദർശൻ ക്രൂരമായി ചവിട്ടി പരിക്കേൽപ്പിച്ചു. നിരന്തരം മർദ്ദിച്ചതിനെ തുടർന്ന് യുവാവിന്റെ ശരീരമാസകലം പരിക്കേറ്റ് ചോരയൊലിക്കുന്ന നിലയിലുമായിരുന്നു. ഇതിനു പുറമെ കെട്ടിയിട്ട് ഷോക്കേൽപ്പിച്ചതായും ജനനേന്ദ്രിയം തകർത്തതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് രേണുകാസ്വാമി കൊലക്കേസിൽ അന്വേഷണ സംഘം 3991 പേജുകളുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. തീർത്തും മനുഷ്യത്വരഹിതമായ ക്രൂരതയാണ് ഇരുവരും രേണുകാസ്വാമിയോട് ചെയ്തത്. കൊല്ലപ്പെടുന്നതിന് മുൻപും ശേഷവും പ്രതികൾ രേണുകാസ്വാമിയുടെ ചിത്രങ്ങൾ പകർത്തിയെന്നും പോലീസ് പറഞ്ഞിരുന്നു. വിവസ്ത്രനായി കേണപേക്ഷിക്കുന്ന രേണുകാസ്വാമിയുടെ ചിത്രവും മൃതദേഹത്തിന്റെ ചിത്രവുമായിരുന്നു പുറത്തു വന്നത്. പ്രതികളിൽ ചിലർ തന്നെയാണ് ഇത് മൊബൈലിൽ പകർത്തിയതെന്നാണ് സൂചന. ജനനേന്ദ്രിയം തകർത്തെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കൊലപാതകത്തിന് ശേഷം മൃതദേഹം ഉപേക്ഷിക്കാനും തെളിവുകൾ നശിപ്പിക്കാനുമായിരുന്നു പ്രതികളുടെ ശ്രമം. ഇതിനായി ദർശൻ തന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ചു. രേണുകാസ്വാമി കൊലക്കേസിൽ മറ്റു ചിലരെ കുറ്റം ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ച് കേസിൽ നിന്ന് രക്ഷപ്പെടാനും പ്രതികൾ ശ്രമിച്ചെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. കുറ്റാരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റു വ്യക്തികളെ കൊടുക്കാനും ഇവർ ശ്രമിച്ചു. ദർശനിൽ നിന്ന് പിടിച്ചെടുത്ത വസ്ത്രങ്ങളിൽ രേണുകാസ്വാമിയുടെ രക്തത്തിന്റെ അംശവും പോലീസ് കണ്ടെത്തിയിരുന്നു. തട്ടിക്കൊണ്ടുപോകൽ, തടങ്കലിൽ വയ്ക്കൽ, പീഡനം, കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് ദർശനെതിരെ കേസെടുത്തത്. കൊലപാതകത്തിന് ശേഷം ദർശൻ പിശാച് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി മൈസൂരിലേക്ക് പോവുകയായിരുന്നു. തുടർന്ന് ACP ചന്ദൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള ബംഗളൂരു പോലീസാണ് ഇയാളെ ഒരു ഹോട്ടലിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്.